PSCക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുമ്പോൾ എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടാകൂ, എങ്ങനെയെങ്കിലും ഒരു സർക്കാർ ജോലി നേടണം എന്നുള്ളത്. എന്ത് ജോലി ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി. ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും ഒന്നുകിൽ LD ക്ലർക്കിൻ്റെ പരീക്ഷ എഴുതി കഴിഞ്ഞവരോ അല്ലെങ്കിൽ ഇനി എഴുതാൻ പോകുന്നവരോ ആയിരിക്കാം. നിങ്ങൾ ഇത്രയധികം ആഗ്രഹിക്കുന്ന ഈ LD ക്ലർക്കിൻ്റെ പരീക്ഷ ഒരു നല്ല ജോലിയാണോ എന്നുള്ളതാണ് ഇന്നത്തെ ഡിസ്കഷൻ. ഹായ്, ദിസ് ഇസ് വിഷ്ണു. വെൽക്കം ടു ഇൻറ്റൻസ് അക്കാദമി. ഇനി ഗൈഡല്ല, ഗൈഡൻസ് ആണ് വേണ്ടത്. ആദ്യമേ തന്നെ ഈ LD ക്ലർക്കിൻ്റെ പരീക്ഷ എന്നുള്ളത് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കേരള സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ ക്ലർക്ക് തസ്തികയിലേക്ക് നടത്തുന്ന ഒരു പരീക്ഷയാണ് LD ക്ലർക്കിൻ്റെ പരീക്ഷ. ഈ തസ്തികയിലെ ജോലി സ്വഭാവം എന്നുള്ളത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും. അതായത് സാധാരണക്കാരൻ്റെ IAS എന്ന് വിശേഷണമുള്ള പരീക്ഷയാണ് LD ക്ലർക്കിൻ്റെ പരീക്ഷ. എന്തുകൊണ്ട് ഈ ഒരു വിശേഷണം LD ക്ലർക്കിനുണ്ട്? അവിടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ജോലിയുടെ സ്വഭാവമാണ് അതിനെ ആ വിശേഷണത്തിന് അർഹനാക്കുന്നത്. ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള പോസ്റ്റുകളിലേക്ക് ചെന്നെത്താൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു പോസ്റ്റിനെ സാധാരണക്കാരൻ്റെ IAS എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സ്വഭാവം അനുസരിച്ചിട്ട് അതിനുള്ള ജോലിയിൽ വ്യത്യാസം ഉണ്ടാവും. ചില ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് പബ്ലിക്കായിട്ട് വളരെ ഇൻട്രാക്ഷൻ കുറവുള്ള ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. പക്ഷേ റവന്യൂ, പഞ്ചായത്ത് പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഈ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിലായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് നിങ്ങൾ ഒരു കാരണവശാലും ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള കുട്ടികൾ LD ക്ലർക്കിൻ്റെ ഒരു ജോലി കിട്ടി എന്നുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ഇരിക്കരുത്. അതിൻ്റെ റീസൺ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നിങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ LD ക്ലർക്കിൻ്റെ പരീക്ഷ എഴുതി കഴിഞ്ഞ കുട്ടികളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് കൂടി തയ്യാറെടുക്കാനാണ്. അതിൻ്റെ പിറകിലെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് രണ്ട് പരീക്ഷകളുടെയും സിലബസ് നിങ്ങളൊന്ന് ആദ്യം കമ്പയർ ചെയ്ത് നോക്കുക. ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഒരു സിലബസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പരീക്ഷയുടെ ചോദ്യത്തിൻ്റെ നിലവാരത്തിൽ മാത്രമായിരിക്കും ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക. അപ്പോൾ കുറച്ചും കൂടി എഫേർട്ട് ഇട്ട് LDC കിട്ടുമോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് എഫേർട്ട് ഇട്ട് ഒന്ന് പഠിത്തം അടുത്ത ലെവലിലേക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ലെവൽ ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കിയിട്ട് പോകാനായിട്ട് പറ്റും. ഇനി എന്തുകൊണ്ടാണ് ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു LDC പരീക്ഷയുടെ കൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ഒരു കുടുംബം കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരിത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിട്ടാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ പിറകിലെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, LDCയുടെ ബേസിക് പേ അടക്കം നമുക്ക് എല്ലാ ചിലവുകളും കഴിഞ്ഞ് ഡിഡക്ഷൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ കിട്ടുക ഏകദേശം 20-നും 25-നും ഇടയിലുള്ള ഒരു തുകയായിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുക. നേരെ മറിച്ച് ഡിഗ്രി ലെവൽ എക്സാംസിനാണെന്നുണ്ടെങ്കിലോ ഗ്രോസ് ഒരു 45 രൂപയുടെ അടുത്ത് ഗ്രോസ് കിട്ടും. നമ്മുടെ കയ്യിൽ എല്ലാ ഡിഡക്ഷൻസും കഴിഞ്ഞ് ഏകദേശം 30-നും 35-നും ഇടയിലുള്ള ഒരു സാലറി നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു സാലറി നമുക്ക് ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ജോലി ഇല്ലെങ്കിൽ കൂടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാലറിയാണ് ഈ പറയുന്ന സാലറി എന്ന് പറയുന്നത്. ഈ ഒരു സാലറിയിലേക്ക് എത്താനായിട്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ ഓപ്ഷൻ കിടക്കുമ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ LDC മാത്രം മതി, അല്ലെങ്കിൽ LDC കിട്ടിക്കഴിഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ്? ഇനി അടുത്തൊരു കാര്യം നമ്മുടെ ജോലി ഭാരത്തിലെ വ്യത്യാസമാണ്. LD ക്ലർക്കിൻ്റെ പരീക്ഷേനേക്കാളും കൂടുതലായിട്ട് ഡിഗ്രി ഉള്ളവരോട് ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത് ഈ ജോലി ഭാരം എന്നുള്ളത് LD ക്ലർക്കിൻ്റെ പോസ്റ്റിലാണ് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അസിസ്റ്റൻറ്റ് ഗ്രേഡിൽ LD ക്ലർക്കിൽ ഒരു പഞ്ചായത്തിലോ ഒരു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലോ ഒരു ക്ലർക്ക് ചെയ്യുന്ന ജോലിയിനേക്കാളും ഒരുപാട് കുറവ് നമുക്കൊരു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റോ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ജോലി ഒരു അത്ര കുറവാണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം കണക്കിലെടുത്തുകൊണ്ട് LDC ഉള്ള ഒരു എക്സാം കഴിഞ്ഞ ഒരാൾ ഡിഗ്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ LDCയിൽ സെറ്റിൽഡ് ആവരുത്. ദയവായി നിങ്ങൾ പോയി ഡിഗ്രി ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുക. 1.5 വർഷത്തെ ഒരു അധ്വാനമാണ്. നിങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്ന എഫേർട്ട് ഒന്നും കൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ആ ഒരു ജോലി കൊണ്ട് നിങ്ങൾക്ക് വളരെ നല്ലൊരു സാലറിയിലും വളരെ നല്ലൊരു പൊസിഷനിലും എത്തിപ്പെടാനായിട്ട് പറ്റും. ഇതിന് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞതിൻ്റെ അർത്ഥം LDC ഒരു മോശം ജോലിയാണ് എന്നുള്ളതല്ല. എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ അത് ക്യാപ്ചർ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും വരാം. See you on next video. Bye bye.